ഏട്ടത്തി, ഇവള് പറയുന്നതിൽ കാര്യമുണ്ട് ഏട്ടത്തി. അച്ഛനും ഏട്ടനും തമ്മില് ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞ് വലിയ വഴക്കായിരുന്നു. ഡിവോഴ്സ് വേണമെന്ന് തന്നെയാ ഏട്ടൻ പറയുന്നത്. നീ എന്താ ചിരിക്കുന്നത്? ഇവള് പറഞ്ഞിട്ടും നിനക്ക് വിശ്വാസം വന്നില്ലേ? നിന്റെ പ്രാർത്ഥന ഒരിക്കലും നടക്കില്ലല്ലോ എന്നോർത്ത് ചിരിച്ചു പോയതാ ഞാൻ. കഷ്ടം തന്നെ. എടി, എന്റെ ഏട്ടനെ ഞാൻ അറിയുന്നത് പോലെ മറ്റൊരാൾക്കും അറിയില്ല. ആ മനസ്സും ശരീരവും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഈ സ്വാതിക്കറിയാം. കാരണം ഞാൻ ഏട്ടന്റെ ഭാര്യ, ഏട്ടനെ അറിഞ്ഞ പെണ്ണ. അതിന്റെ മഹത്വം എന്താണെന്ന് നിനക്ക് കുറച്ച് കഴിഞ്ഞേ മനസ്സിലാവൂ. ആ സമയത്ത് അത് കാണാനുള്ള ശക്തി തരണേന്ന് നീ ഒന്നുകൂടി പോയി ചെന്ന് പ്രാർത്ഥിക്കും. വേണമെങ്കിലേ ദൈവങ്ങൾക്ക് കുറച്ച് വഴിപാടും നേർച്ചയൊക്കെ കൂടുതൽ കൊടുക്ക്. നിന്റെ ഭാഷയില് കൈക്കൂലി. ഇനി എനിക്ക് അകത്തോട്ട് കേറാലോ അല്ലേ? നന്ദിനി, എന്താ ഏട്ടത്തി? കുറച്ച് തണുത്ത വെള്ളം എടുക്ക്. എന്നിട്ട് അത് ഇവൾക്ക് കൊണ്ട് കൊടുക്ക. നന്നായിട്ടൊന്ന് തണുക്കട്ടെ. നീ വാ. ഹലോ ബോബിച്ചായ. നീലേ, താൻ എപ്പോഴാ ഡബ്ബിങ്ങിന് വരുന്നത്? അത് ബോബിച്ചായ, നാളെ രാവിലെ വരാം. നമ്മൾ അങ്ങനെയല്ലേ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്താ, അതിനെന്തെങ്കിലും മാറ്റമുണ്ടോ? ഏയ്, ഒരു മാറ്റവും ഇല്ല. പിന്നെ താൻ ഒരു സഹായം കൂടി ചെയ്യുവോ? എന്ത് സഹായം? നാളെ രാവിലെ താൻ ഇങ്ങോട്ട് പോരുമ്പോ ആ വേദക്കൊച്ചിനെ കൂടി കൊണ്ടുവരണം. 1-2 ഡയലോഗ് ഒന്ന് മാറ്റിയെടുക്കണമെന്നാ ഡയറക്ടർ പറയുന്നത്. ബോബിച്ചായ, അതൊന്നും ശരിയാവില്ല. എന്നെ കൊണ്ട് പറ്റില്ല. അത് അവളെ തനിയെ വിളിച്ച് ബോബിച്ചായ ഡബിപ്പിച്ചാൽ മതി. അയ്യോ, അങ്ങനെ പറയല്ലേ നീലേ. നാളെ രാവിലെ തന്നെ നമുക്ക് തീർക്കണമെന്ന്. ബോബിച്ചായ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞ സമയത്ത് ഞാൻ വരും, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടെ മറ്റാരെയും കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതൊക്കെ കൂടുതൽ പ്രോബ്ലം ആവുള്ളൂ. എന്നാ ശരി, നമുക്ക് നാളെ സ്റ്റുഡിയോ കാണാം. ഇയാളുടെ ഒരു കാര്യം, ഇതിനിടയിൽ അയാൾ ലാഭം പിടിക്കാൻ നോക്കുക. ഇഡിയറ്റ്. എന്തായാലും അത് പാളി. ഇനി ആ വേദക്കൊച്ചിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ബോബിച്ചായ, എന്തായി? ഒന്നും പറയണ്ട മോളെ. മോള് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞു. പക്ഷേ അയാൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞ അയാൾ ഫോൺ കട്ട് ചെയ്തു. സാരമില്ല ബോബിച്ചായ, ഞാനിത് പ്രതീക്ഷിച്ചതാ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഞാൻ നീലുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഓ ശരി, അപ്പൊ കാണാം. ഈ കൊച്ചിന്റെ ഓരോ കാര്യങ്ങളെ ഓരോ സമയത്തും ഓരോ ഐഡിയ. ഇതിപ്പോ എന്തിനാണെന്ന് ആർക്കറിയാം? അപ്പൊ എന്നെ കൊണ്ടുപോകാൻ മടി. ആദ്യം നീലിനെ തന്നെ കാണാം. ഇയാളെന്തിനാ അവളെ കൂട്ടിച്ചെല്ലാൻ പറഞ്ഞത്? ഒരുമിച്ച് പോയതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷെ വേണ്ട, അതെന്തായാലും വേണ്ട. നീൽ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? നീൽ, ബോബിച്ചാൻ എന്നെ വിളിച്ചിരുന്നു. എന്തോ ചില ഡയലോഗ്സ് ഒന്ന് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞു.
ഞാനും കൂടെ നീലിനൊപ്പം വരാനാ ബോബിച്ചായൻ പറഞ്ഞത്. നീൽ എന്തു പറയുന്നു? നീലിനൊപ്പം വന്നോളാന്ന് ഞാൻ ബോബിച്ചായനോട് പറഞ്ഞോട്ടെ? ഈ മൗനം സമ്മതമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? താങ്ക് യു നീൽ. നീൽ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത് കാര്യം? നീൽ അഡ്വക്കേറ്റ് ട്രീസ പോളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. കൊള്ളാം. അഡ്വക്കേറ്റ് ട്രീസ പോളിനെ കുറിച്ച് കേൾക്കാത്തവരാരാ ഉള്ളത്? അത്രയും ഫേമസ് ആയ ഒരു വക്കീലാ. ഡിവോഴ്സ് കേസുകളാ അവര് കൂടുതൽ ഏറ്റെടുക്കുന്നത്. അവർ ഏറ്റെടുക്കുന്ന ഒരു കേസിൽ പോലും ഇതുവരെ അവര് തോറ്റിട്ടില്ല. നീലിന്റെ സഹായത്തിന് വേണേ ഞാൻ അവരെ ഏർപ്പാടാക്കി തരാം. വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. തൽക്കാലം ഇപ്പൊ എനിക്ക് നിന്റെ ഒരു സഹായവും ആവശ്യമില്ല. നീൽ, എനിക്കറിയാം നീലിന്റെ മനസ്സ്. സ്വാതിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് നീലിന് നല്ലതുപോലെ ആഗ്രഹമുണ്ട്. എനിക്കതറിയാം. പിന്നെ എന്തിനാ നീൽ എന്നോടത് മറച്ചു വെക്കുന്നത്? നമ്മള് സ്വപ്നം കണ്ട ആ പഴയ ജീവിതം നീല് മറന്നോ? പഴയതൊന്നും ഞാനിപ്പോ ഓർക്കാറില്ല. നിങ്ങൾ പുരുഷന്മാർക്കത് വേഗം കഴിയും. പക്ഷേ എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് അത് അത്ര വേഗം കഴിയില്ല. പുരാണത്തിലെ ദ്രൗപദിയുടെ കഥ അറിയോ നീലിന്? എനിക്ക് ഒരു കഥ അറിയില്ല, കേൾക്കാനൊട്ട് താല്പര്യമില്ല. നീ വേഗം റൂമിൽ നിന്ന് പോവാൻ നോക്ക്. അല്ല നീൽ, ദ്രൗപദിയുടെ കഥ നീല് മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാ. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു ദ്രൗപദിക്ക്. വീരന്മാരായ 5 പേർ. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാതിരിക്കാൻ ഓരോ ഋതുക്കളിലും ഓരോരുത്തരെ അവൾ ഭർത്താക്കന്മാരായി സ്വീകരിച്ചു. പക്ഷേ അവൾ എന്നും അർജുനനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. രാജസൂയത്തിൽ ചക്രവർത്തിയായ യുധിഷ്ഠിരന്റെ അരികിൽ ഇരിക്കുമ്പോൾ പോലും ദ്രൗപദിയുടെ കണ്ണുകൾ അർജുനനിലായിരുന്നു എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. നീലിനെ മാത്രം സ്നേഹിച്ച എനിക്ക് ഗിരിയുടെ ഭാര്യയായി ഈ വീട്ടിൽ ജീവിക്കേണ്ടി വന്നിട്ടും ഓരോ നിമിഷവും ഞാൻ നീലിനെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരിക്കലും ഗിരിയുടെ ഭാര്യ ആയിരുന്നിട്ടില്ല, ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. പണ്ട് നീൽ എന്റെ കഴുത്തിൽ ആ മാല ചാർത്തിയ ദിവസം നീലിന് ഓർമ്മയുണ്ടോ? അതേ പരിശുദ്ധിയോടുകൂടി തന്നെയാ ഞാൻ ഇപ്പോഴും നീലിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്റെ മനസ്സ് നീല് മനസ്സിലാക്കണം. സോ അഡ്വക്കേറ്റ് ട്രീസ പോൾ ഒരു നല്ല ഓപ്ഷൻ തന്നെയാ. അപ്പോ ഞാൻ അവരെ വിളിച്ചു പറയാം. ഓക്കെ? ഏട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ അതിനെ എതിർക്കില്ല നന്ദിനി. വേണ്ട, എതിർക്കണ്ട. 2 കൈ നീട്ടി സ്വീകരിച്ചോ. അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ? ഡിവോഴ്സ് ചെയ്യും പോലും ഇതങ്ങനെ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ആരോടും എന്തും വിളിച്ച് പറയുന്ന ധൈര്യശാലിയാ. എന്നിട്ടിപ്പോ സ്വന്തം കാര്യം വന്നപ്പോ എന്തു പറ്റി? പേടിച്ചു പോയോ? നന്ദിനി, മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് അഭിപ്രായം പറയാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഉപദേശം നൽകാനും ആർക്കും കഴിയും. പക്ഷെ സ്വന്തം കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോ ആരായാലും ഒന്ന് പതറിപ്പോവും. ചുറ്റിലുമുള്ളവർക്കാർക്കും മുറിവേൽക്കാതെ നോക്കണം.
എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നോക്കണം. അവിടെ എത്ര മുറിവേറ്റാലും മാറ്റിവെക്കാവുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മാത്രമേ ഉള്ളൂ. ഇതും ഞാൻ അങ്ങനെ കരുതിക്കോളാം. ഏട്ടത്തി പറയുന്നത് മണ്ടത്തിനാണെന്ന് ഞാൻ പറയൂ. മറ്റുള്ളവരുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതത്തിന് വിലയുണ്ടെന്ന് ആദ്യം കരുതണം. എന്ത് വില? ദാനം കിട്ടിയ ജീവിതം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ സൗകര്യങ്ങളിലേക്ക് വന്നവളാ ഈ ഞാൻ. സമ്മതിച്ചു. പക്ഷേ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ച കയറി ചെല്ലാൻ നമുക്കൊരിടം ഉണ്ടോ? എനിക്കാണെങ്കിൽ പേരിനൊരു ചെറിയമ്മയുണ്ട്. അതുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാ. അതുകൊണ്ട് എന്നെ ഗിരിയേട്ടൻ എത്ര തവണ ചവിട്ടി ഇറക്കി വിട്ടാലും ഞാൻ ഇവിടെ തന്നെ കടിച്ചു പിടിച്ചു നിൽക്കും. എന്നെ പോലൊരു പെണ്ണിനെ ഏട്ടനെ പോലെ ഒരാൾ ഇത്രയും കാലം ഭാര്യ പദവിയിൽ കൊണ്ടു നടന്നില്ലേ? വേദ എപ്പോഴും പറയുന്നത് പോലെ പകരക്കാരിയായിട്ടാണ് കയറി വന്നതെങ്കിൽ പോലും ഞാൻ ഈ വീട്ടിലെ ആരൊക്കെയോ ആയി മാറിയില്ലേ? ഒരുപാട് സ്നേഹം ഇവിടെ ഉള്ളവരെനിക്ക് തന്നില്ലേ? അച്ഛനും അമ്മയും ഗിരിയും ഏട്ടനും എല്ലാവരും ഇത്രയും കാലം എന്നെ സ്നേഹിച്ചില്ലേ? അതിൽ കൂടുതൽ എന്നെ പോലൊരു പെണ്ണിന് വേറെന്ത് വേണം? ഒലക്കയുടെ മൂട്. ഇവരൊക്കെ ഏടത്തിയെ സ്നേഹിച്ചത് വെറുതെ ആണെന്നാണ് വിചാരം? നല്ല ഭ്രാന്തായി. ഏടത്തി, ഈ വീട്ടിൽ എല്ലാവരെയും ഏട്ടത്തി തിരിച്ചും സ്നേഹിച്ചില്ലേ? രാവിലെ മുതൽ രാത്രി വരെ അടുക്കളയിൽ കയറി 3 നേരം എല്ലാവർക്കും വെച്ച് വിളമ്പിയില്ലേ? എല്ലാവരുടെയും തുണി അലക്കിയും മുറ്റം തൂത്തും വീട് വൃത്തിയാക്കിയും ഏടത്തി നടന്നതിനൊന്നും ഒരു വിലയുമില്ലേ? അഗതിയുടെ അധ്വാനത്തിന് ആര് വില കൽപ്പിക്കും? അതവളുടെ കടമയാണെന്നും പറഞ്ഞ് എല്ലാവരും അവരവരുടെ വഴിക്ക് പോവും. അത്ര തന്നെ. കിട്ടിയത് വെച്ച് നോക്കുമ്പോ ആകെ മൊത്തം ലാഭം മാത്രമേ ഉള്ളൂ സ്വാതിക്ക്. ഒരു സെലിബ്രിറ്റിയുടെ ഭാര്യയായി വലിയ വീട്ടിൽ വന്നു. ഇത്രയും നാളും എല്ലാവരുടെയും സ്നേഹവും കിട്ടി. ഇനി ഒരു പരാതിയില്ലാതെ ഈ വീടിന്റെ പടിയിറങ്ങാൻ ഞാൻ ഒരുക്കോ? അതിന് ഒരു ഡിവോഴ്സിന്റെയും ആവശ്യമില്ല. നാളെ വരാൻ പോകുന്ന ടെസ്റ്റിന്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നന്ദിനി, ഇന്ന് രാത്രി എനിക്ക് ഏട്ടന്റെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കണം. നാളെ കഴിഞ്ഞാ പിന്നെ എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ദിവസം ഉണ്ടായില്ലെങ്കിലോ? നന്ദിനി, എനിക്കൂടി വിളമ്പ്. എന്റെ പൊന്നു നീലേ, ഇവക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ നിനക്ക് നാണമില്ലേ? ദേ എഴുന്നേക്കടി. ഇത്രയും നാൾ എന്റെ സഹോദരനെ വിട്ടിയാക്കിയിട്ട് സദ്യ ഉണ്ണാൻ നിനക്ക് നീലിന്റെ അടുത്ത് തന്നെ കസേരയിട്ടിരിക്കണം അല്ലയോ? ഗൗരിച്ചി, ആഹാരം കഴിക്കാൻ വന്നാണോ അതോ വഴക്കുണ്ടാക്കാൻ വന്നാണോ? ഭക്ഷണം കഴിക്കാൻ വന്നാണെങ്കിലേ ഒരു പ്ലേറ്റ് എടുത്തു വെച്ച് കഴിക്കാൻ നോക്ക്. എന്റെ ഭർത്താവിനരികിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ഇപ്പോഴും ഞാൻ ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. ചവിട്ടി താഴ്ത്താൻ ഒരു അവസരം കിട്ടിയെന്ന് കരുതി ഇനിയും നീ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, സ്വാതിയുടെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും. പാതാളത്തോളം താഴ പിന്നെയും ചവിട്ടി താഴ്ത്തിയല്ലോ.
മേലാൽ എന്റെ കാര്യത്തിൽ ഇതുപോലെ അപമാനിക്കാനും അഭിപ്രായം പറയാനും വന്നാലുണ്ടല്ലോ, അത് നിനക്ക് നല്ലതിനല്ല. ശല്യമായല്ലോ. സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ലേ? ഏട്ടാ, ഇന്ന് എനിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഇതെന്റെ ആഗ്രഹമാണ്. ഇനി ഏട്ടൻ എന്നെ ഡിവോഴ്സ് ചെയ്യാനാണ് നാളെ തീരുമാനിക്കുന്നതെങ്കിൽ ഇതുപോലൊരവസരം ഇനി എനിക്ക് കിട്ടില്ല. ഏട്ടാ പ്ലീസ്. നീലേ, മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കടാ. ഏട്ടാ, എന്റെ അപേക്ഷ തള്ളിക്കളയരുത്. എന്നെ അവഗണിച്ചോളൂ, അപമാനിച്ചോളൂ. പക്ഷെ ഇവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇല്ലാതാക്കല്ലേ പ്ലീസ് ഏട്ടാ. എടാ, പറഞ്ഞത് കേട്ടില്ലേ? വെല്ലിച്ചൻ എന്തിനാ ഇവക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, നീലാണോ ഇവളാണോ വലിച്ചിന് വലുത്? ഗൗരിച്ചി മതി. ആളുകളെ തമ്മിലടുപ്പിച്ച് രസിക്കുന്ന പണി ഇനിയെങ്കിലും നിർത്തുന്നതാ നല്ലത്. മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. ഇവനെ ഉപദേശിക്കാനും ശാസിക്കാനും നിനക്കെന്താ അവകാശം? നീലേ, ഞാൻ പറയുന്നത് കേൾക്ക്. ആഹാരം കഴിക്കുന്നിടത്തും ബെഡ്റൂമിലാ പിണക്കങ്ങളും പരിഭവങ്ങളും തീർക്കേണ്ടത്. നീ അവിടെ ഇരിക്കെ, സന്തോഷത്തോടെ സ്വാതിയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇന്നൊരു ദിവസത്തേക്ക് ഏട്ടാ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം ഏട്ടാ പ്ലീസ്. നിന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ എനിക്ക് മനസ്സില്ല. ഇന്നെന്നല്ല, ഇനി ഒരിക്കലും. ഏട്ടാ, എന്നെ ഇവിടെ ആരും ഉപദേശിക്കാൻ വരണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവന്റെ മനസ്സിൽ നിന്നോട് ഇത്രയ്ക്കും വെറുപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്നോട് അവൻ ചെയ്തതിന് ഞാൻ ക്ഷമയോദിക്കുന്നു. അത് സാരമില്ല അച്ഛാ. എന്നെ വെറുത്തോട്ടെ, അവഗണിച്ചോട്ടെ, പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിക്കോട്ടെ, ഞാൻ എല്ലാം സഹിച്ചോളാം. കാരണം ഇതൊക്കെ ചെയ്യുന്നത് എന്റെ ഏട്ടനാണല്ലോ. മോളെ, ഈ ഭൂമിയിൽ നിനക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. ഈ വീടിന്റെ അന്തസ്സിനോ എന്റെ ഭർത്താവിന്റെ യശസ്സിനോ കളങ്കം വരുത്തുന്ന ഒരു പ്രവൃത്തിയും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല അച്ഛാ. എന്റെ ഭർത്താവിന്റെ അഭിമാനത്തിന് എന്റെ ജീവന്റെ വില കൽപ്പിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ ചില അബദ്ധങ്ങൾ എന്റെ ഭാഗത്തുനിന്നുണ്ടായി. ആർക്കും ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റുകളായി അത് മാറുകയും ചെയ്തു. അച്ഛാ, അല്പമെങ്കിലും മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കുന്നു. ഇനി അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. മോളെ, നീ എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചു. പക്ഷേ അതിനിത്രമാത്രം നിന്നെ ശിക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് തന്നെയാ എന്റെ നിലപാട്. അച്ഛാ, ഈ വീട്ടിൽ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടി, സ്നേഹം കിട്ടി, ബഹുമാനം കിട്ടി. എല്ലാത്തിനും നന്ദിയുണ്ട്. നീ എന്താടി വെല്ലിച്ചനെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ചെയ്യാണോ? കണ്ണീര് കാണിച്ചാ നിന്നെ വെല്ലിച്ച് സപ്പോർട്ട് ചെയ്യുന്നാണോ നിന്റെ വിചാരം? ഈ വീട്ടില് ആരും നിന്നെ ഇനി സപ്പോർട്ട് ചെയ്യില്ല. എനിക്ക് ഈ വീട്ടിൽ ആരുടെ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും നിന്റെ സപ്പോർട്ട് എനിക്ക് വേണ്ട. എന്താടി സ്വാതി അധിക്ഷേപിച്ച് മതിയായില്ല നിനക്ക്? ഡൈനിങ് ടേബിളിൽ നീ കാണിച്ച മര്യാദ കഴിഞ്ഞ് നിന്റെ കരണം അടിച്ച് പൊളിക്കാ വേണ്ടത്. ഞാനേ അത് മനഃപൂർവ്വം ചെയ്തത്. നീലിന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യത പോലും ഇവക്കില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഗൗരി, യോഗ്യതയുടെ അളവ് പോലും നോക്കിയാല് നിന്നേക്കാൾ അവകാശവും അധികാരവും ഈ വീട്ടിൽ സ്വാതിക്ക് തന്നെയാണ്. വെല്ലിച്ച, യോഗ്യതയുടെ മാനദണ്ഡം പറയാനുള്ള ഒരവകാശവും
നിനക്ക് ഈ വീട്ടിലില്ല. അത് നിനക്കൊരിക്കൽ മനസ്സിലാവും. അന്ന് നീ കരയും, വാവിട്ട് നിലവിളിക്കും. ഓർത്തോ? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലടി, നിന്നേക്കാൾ യോഗ്യത എനിക്കാണെന്ന്. എടി, ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാ മക്കൾ ഉണ്ടാവുന്നത്. ഇതുപോലൊരു അച്ഛനെ എനിക്ക് കിട്ടിയതും അതേ ബന്ധം കൊണ്ടാ. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരിക്കലും. മനസ്സിലായില്ല പോലും. മനസ്സിലാക്കി തരാൻ ഞാൻ.